നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. ഇവിടെ എൻ്റെ മുമ്പിൽ നിന്ന് ഇവരെ ആട്ടിക്കളയുക, ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ, നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും, വാളിനുള്ളവർ വാളിനും, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളി ചെയ്യും എന്ന് പറയുക. കൊന്നുകളവാൻ വാള് പിടിച്ച്, കീറുവാൻ നായ്ക്കളും, തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും, ഇങ്ങനെ 4 വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെ നിമിത്തം അവൻ യെരൂശലേമിൽ ചെയ്തിട്ടുള്ള നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും. യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആര് കയറി വരും? നീ എന്നെ ഉപേക്ഷിച്ചു പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ നശിപ്പിക്കുകയും ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. ദേശത്തിൻ്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശമുറം കൊണ്ട് വീശിക്കളഞ്ഞു. ഞാൻ എൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു, എങ്കിലും അവർ തങ്ങളുടെ വഴികളെ വിട്ടുതിരിഞ്ഞില്ല. അവരുടെ വിധവന്മാർ കടൽപ്പുറത്തെ മണലിനേക്കാൾ പെരുകി കാണുന്നു. യൗവനക്കാരൻ്റെ അമ്മയുടെ നേരെ ഞാൻ നട്ടുച്ചയ്ക്ക് ഒരു വിനാശകനെ വരുത്തി പെട്ടെന്ന് അവളുടെ മേൽ നടുക്കവും ഭീതിയും വീഴുമാറാക്കിയിരിക്കുന്നു. 7 മക്കളെ പ്രസവിച്ചവൾ ക്ഷീണിച്ച് പ്രാണനെ വിട്ടിരിക്കുന്നു. അവളുടെ സൂര്യൻ പകൽ തീരും മുമ്പേ അസ്തമിച്ച് പോയി. അവൾ ലജ്ജിച്ചും നാണിച്ചും പോയിരിക്കുന്നു. അവരിൽ ശേഷിപ്പുള്ളവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വാളിന് ഏൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം! ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടുമില്ല. എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും. നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും. നിശ്ചയം താമ്രവും ഇരുമ്പും വടക്കനിരുമ്പും ഒടിഞ്ഞു പോകുമോ? നിന്റെ ദേശത്തൊക്കെയും നിന്റെ സകല പാപങ്ങളും നിമിത്തം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും ഞാൻ വില വാങ്ങാതെ കവർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. എൻ്റെ കോപത്തിൽ ഒരു തീ ജ്വലിച്ചിരിക്കുന്നു, അത് നിങ്ങളുടെ മേൽ കത്തും. യഹോവേ, നീ അറിയുന്നു. എന്നെ ഓർത്ത് സന്ദർശിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ. നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ. നിന്റെ നിമിത്തം ഞാൻ സഹിക്കുന്നു എന്ന് ഓർക്കണമേ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിൽ ആനന്ദവും ആയി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കിയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ച് ഇരിക്കുന്നു. ഈ 15-ാം അധ്യായത്തിലെ പ്രധാന വാക്യങ്ങൾ, അതായത് 1-ാം വാക്യം, മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല.
രണ്ടാം വാക്യം, മരണത്തിനുള്ളവർ മരണത്തിനും, വാളിനുള്ളവർ വാളിനും, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ. കൊന്നുകളവാൻ വാളും, പറിച്ചു കീറുവാൻ നായ്ക്കളും, തിന്നുമുടിക്കാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും, ഇങ്ങനെ 4 വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കും. ഇത് ഹിസ്കിയാവിൻ്റെ മകനായ മനശ്ശെയുടെ കാലത്തെ പാപം നിമിത്തം മനശ്ശെ തുടങ്ങി വെച്ച ആ വിഗ്രഹാരാധനയുടെ ദോഷങ്ങളാണ് ദൈവം ഇവിടെ ചെയ്യുന്നത് എന്ന് നാം കണ്ടു. പക്ഷേ മോശയും ശമൂവേലും ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല, വിടുവിക്കുകയില്ല എന്നാണ്. കാരണം മോശ ദൈവജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തവനാണ്. അവരെ രക്ഷിക്കണം, നീ എന്നെ കൊന്നുകളക, അവരെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ശമൂവേലും അങ്ങനെ തന്നെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തവനാണ്. അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന മോശയും ശമൂവേലും വീണ്ടും വന്നാലും എൻ്റെ മനസ്സ് ചായുകയില്ല എന്ന് ദൈവം പറയുകയാണ്. കാരണം അവരതുപോലെ ദൈവത്തെ വിഗ്രഹാരാധനയോട് ദുഃഖിപ്പിച്ചിരുന്നു. അതുകൊണ്ട് വാളും ക്ഷാമവും മരണവും പ്രവാസവും അല്ലാതെ അവർക്കായിട്ടൊന്നും കാത്തിരിക്കുന്നില്ല എന്നാണ് ദൈവം പറയുന്നത്. 7-ാം വാക്യം, ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞ് ഞാൻ എൻ്റെ ജനത്തെ മക്കളില്ലാത്തവർ ആക്കി നിറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ ആണ് യേശുവിനെ കുറിച്ച് പറഞ്ഞ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന്. അവിടെ വീശുമുറം കൊണ്ട് ഗോതമ്പിനെ ശേഖരിക്കുകയും പതിരിനെ മാത്രം വീശിക്കളയുകയും ചെയ്യും. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയുള്ള കൊടുങ്കാറ്റ് പോലെയുള്ള ആ വീശുമുറം കൊണ്ട് ഇസ്രായേലിനെ മൊത്തം വീശിക്കളയുകയാണ്. 8-ാം വാക്യം, അവരുടെ വിധവന്മാർ കടൽപ്പുറത്തെ മണലിനേക്കാൾ പെരുകിയിരിക്കുന്നു. 7 മക്കളെ പ്രസവിച്ചവൾ ക്ഷീണിച്ച് പ്രാണനെ വിട്ടിരിക്കുന്നു. അവളുടെ സൂര്യൻ പകൽ തീരും മുമ്പേ അസ്തമിച്ചു പോയി. നിന്റെ സകല പാപങ്ങളും നിമിത്തം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും ഞാൻ വില വാങ്ങാതെ കവർച്ചക്കേൽപ്പിക്കും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. ഇസ്രായേലിൻ്റെ വിഗ്രഹാരാധനയും മദ്യപാനവും ഒക്കെ നിമിത്തം ദൈവം ചിലരെ മക്കളില്ലാത്തവരാക്കും. അവർ നിലവിളിക്കാനാണ്. അതുപോലെ ചിലരെ ഭർത്താക്കന്മാരില്ലാത്തവരാക്കും, വിധവമാരാക്കും. അതുപോലെ ചിലരുടെ മക്കളെ വാളിനിരയാക്കും, മക്കളില്ലാത്തവരാക്കി ഞാൻ മാറ്റും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ഇതൊന്നും ദൈവത്തിൻ്റെ കൈയാണെന്നും ഇതൊക്കെ ദൈവത്തിൻ്റെ കൈയാണെന്നും മനസ്സിലാക്കാൻ ദൈവജനത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിന്റെ സമ്പത്ത് മൊത്തം കന്നുകാലികളെയും ആടുകളെയും ഒട്ടകങ്ങളെയും കുതിരകളെയും കഴുതകളെയും എല്ലാം പിടിച്ചുകൊണ്ട് പോകാൻ, നിന്റെ സ്വർണവും വെള്ളിയും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ ഇടയാക്കും എന്നാണ് ദൈവം പറയുന്നത്. 4-ാം വാക്യത്തിലാണ്, ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെയുടെ പാപം നിമിത്തമാണ് ദൈവം ഈ ക്ഷാമവും വരൾച്ചയും ഒക്കെ വരുത്തുന്നതെന്നാണ്. നമുക്കറിയാം, ശൗലിൻ്റെ കാലത്തെ ശൗല് ഗിബിയോന്യരെ കൊന്നതിനാൽ ക്ഷാമം ഉണ്ടായത് ദാവീദിൻ്റെ കാലത്താണ്. അപ്പോൾ ദൈവത്തെ പകച്ച്, എന്നെ പകച്ച് വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആളുകൾക്ക് മക്കളുടെയും മക്കളുടെയും കാലത്ത് ദോഷം ഉണ്ടാകുമെന്നാണ് 10 കൽപ്പനയുള്ളത്. എന്നെ പകയ്ക്കുന്നവർ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ഞാൻ സന്ദർശിക്കുമെന്നാണ്. വാസ്തവത്തിൽ അതാണ് ഇന്ന് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത്. ഈ രാജാക്കന്മാർ ജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കണം. അവർ ആരാധനയ്ക്ക് പോവുകയും അവർ ദേവാലയത്തിൽ പോവുകയും അവർ ആത്മീയ കാര്യങ്ങളിൽ, ദൈവവചന കാര്യങ്ങളിൽ, പ്രവാചകന്മാരുടെ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരാകി തീരുകയും ചെയ്താൽ ജനവും തീർച്ചയായിട്ടും അത് അനുകരിക്കും. പക്ഷേ മനുഷ്യ അത് ചെയ്തില്ല. അതിനാൽ അവനെ അനുഗമിച്ചവർക്കും നാശമുണ്ടാകും എന്നാണ് നാം വായിച്ചത്. 10 മുതലുള്ള വാക്യങ്ങൾ യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവമേ, അവരോട് കരുണ തോന്നണം. ദൈവമേ, ഞാൻ നിൻ്റെ മുമ്പാകെ യോഗ്യമായി ജീവിച്ചല്ലോ. ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, പലിശ ഞാൻ വാങ്ങിയിട്ടില്ല, കളിക്കാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല, നിൻ്റെ വചനത്തെ ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്നാണ് യിരെമ്യാവ് പറയുന്നത്. പക്ഷെ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ മാനിക്കും, നിന്നെ സംരക്ഷിക്കും, നിന്റെ ശത്രുക്കൾ നിൻ്റെ അടുക്കൽ വന്ന് യാചിക്കാൻ ഞാൻ ഇടയാക്കും. പക്ഷേ അവരെ ഞാൻ രക്ഷിക്കയില്ല, അവരതുപോലെ എന്നെ ദുഃഖിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് ദൈവവചനം അറിയാവുന്ന ലീഡേഴ്സ് മാത്രം ഭക്തരായാൽ പോരാ. ഒരു ശരീരം എന്നുള്ള നിലയിൽ
യുക്തമായിട്ട് എല്ലാവരും ഒരുപോലെ വളരുവാൻ ഇടയായി തീരണം. മിരിയാമെന്ന ഒറ്റ സ്ത്രീയുടെ പാപം കൊണ്ട് ഇസ്രയേൽ വലഞ്ഞു. ആഖാൻ എന്ന ഒറ്റ പുരുഷൻ്റെ പാപം കൊണ്ട് ഇസ്രയേൽ വലഞ്ഞു. ചത്തയിച്ച തൈലക്കാരൻ്റെ തൈലം മൊത്തം നാറുമാറാക്കും. അതുകൊണ്ട് സകല വിശ്വാസികൾ, ഒരു സഭയിലുള്ള എല്ലാ വിശ്വാസികളും ഒരുപോലെ കർത്താവിനെ സ്നേഹിക്കുകയും സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതിരിക്കുകയും സകല കൂടിവരകളിലും ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും കർത്താവിനെ രഹസ്യമായും പരസ്യമായും ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്യണം. ഇതാണ് ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.